Okay, all of you mark your attendance. Mark your attendance now. Okay. എല്ലാവരും attendance mark ചെയ്യൂ. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Okay, good afternoon, all of you. Good afternoon, Miss. Okay. Okay. അപ്പോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് 9ാമത്തെ ലെസൺ ആയിരുന്നു പഠിച്ചത് അല്ലേ? വളർത്തു മൃഗങ്ങൾ. ഇപ്പൊ വളർത്തു മൃഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ വളർത്തു മൃഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? അതിൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്തായിരുന്നു ചെയ്തേ? നിങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം വളർത്തു മൃഗങ്ങളുണ്ട് താഴെ എഴുതുക. അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ വളർത്തു മൃഗങ്ങളെ കുറിച്ചായിരുന്നു എഴുതിയത്? ഫസ്റ്റ് വൺ എന്താ എഴുതി നമ്മള്? പശു. ഓക്കെ, പൂച്ച, ആട്, പശു, പട്ടി, പിന്നെന്താ എഴുതി നമ്മള്? താറാവ്, കോഴി. കുറിച്ച് എന്താ പറഞ്ഞ? എഴുതിയ മൃഗങ്ങളെ കുറിച്ച് ക്ലാസ്സിൽ വിവരിക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 34. ഓക്കെ, എടുത്തു എല്ലാവരും? 34. ഓക്കെ, അപ്പോ അതിൽ നമ്മൾ എന്തൊക്കെ എഴുതി? മിസ് ആദ്യം മുതലൊന്ന് വായിക്കാം. അപ്പൊ നമ്മള് വളർത്തുമൃഗങ്ങളെ കുറിച്ച് നമ്മള് കുടുംബം എന്നതാണ് തൊട്ട് മുന്നത്തെ പാഠത്തിൽ പഠിച്ചത്. അപ്പൊ കുടുംബത്തിലുള്ളവരെയൊക്കെ നമ്മൾ സ്നേഹിക്കാറുണ്ട്, അവരോട് നമുക്ക് വൈകാരികമായ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നമ്മളെ മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ? അപ്പൊ അവര് നമ്മള് പിന്നെ എന്തൊക്കെ അവർക്ക് നല്ല താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്, നമ്മള് ഫുഡ് കൊടുക്കുന്നുണ്ട്, അവർക്ക് രോഗം വരുമ്പോൾ നമ്മള് ചികിത്സിക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ വളർത്തുമൃഗങ്ങളും നമ്മള് സ്നേഹിച്ച് വളർത്തുന്നവരെ തന്നെയാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മൃഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതില് ഇവിടെ മേരിയും കുഞ്ഞാടും ആടിനെയും ഉണ്ട് അല്ലെ? നല്ല ആടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? അപ്പൊ എങ്ങനെയൊക്കെ ആയിരുന്നു ആട് എന്ന് പറഞ്ഞു അല്ലെ? മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് വായിക്കാം. പശു നമുക്ക് പാൽ തരും, പൂച്ചക്കാരും അണികെട്ടും, കാള കിടക്കും കയറൂടും അല്ലെ? അതിലൊക്കെ ഓരോ മൃഗങ്ങളുടെ പേരുകളുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് താര പശുവിനെ കുളിപ്പിച്ചു, താര പൂച്ചയെ തലോടി, താര ആടിനെ കളിപ്പിച്ചു, താര നായയെ പിടിച്ചു. ഇത്രയാണ് നമ്മൾ ആ ഡോട്ടിൽ ഫില്ല് ചെയ്തത് അല്ലെ? നെക്സ്റ്റ് പേജ് എടുക്കുമ്പോ ഏതാ? പേജ് നമ്പർ 34 അല്ലെ? 34 മേരി കുളിപ്പിച്ചു, മേരി പൂച്ചയെ കുളിപ്പിച്ചു, നെക്സ്റ്റ് മേരി നായയെ കുളിപ്പിച്ചു, മേരി നായയെ കുളിപ്പിച്ചു, അടുത്തതില് മേരി പൂച്ചയെ കുളിപ്പിച്ചു, അടുത്ത അതിന് താഴത്തേല് മേരി നായയെ കുളിപ്പിച്ചു. ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? നെക്സ്റ്റ് വൺ എന്താണ്? നിങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം വളർത്തുമൃഗങ്ങളുണ്ട് താഴെ എഴുതുക എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാ എഴുതിയത്? ഏതൊക്കെ എഴുതിയത്? ധനലക്ഷ്മി എന്ന് വായിച്ചേ. ഏതൊക്കെ വളർത്തുമൃഗങ്ങളുണ്ട്? നമ്മൾ പൂച്ച എഴുതി അല്ലേ? നിങ്ങൾക്ക് അറിയാലോ മൃഗങ്ങളെ വിവരിക്കേണ്ട പൂച്ചയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലേ? ചില അധിക പേരുടെയും വീട്ടിൽ ചിലപ്പോൾ പൂച്ച ഉണ്ടാവും അല്ലെ? പൂച്ചേനെ അറിയാലോ നിങ്ങൾക്ക്. നെക്സ്റ്റ് ആടിനെ അറിയാം. പിന്നെ ഏതാ? അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ വിവരിക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയോ അതൊക്കെ? പൂച്ചേനെ കുറിച്ച്, ആടിനെ കുറിച്ച്, പശുവിനെ കുറിച്ച് ഇതൊക്കെ അറിയോ നിങ്ങൾക്ക്? നായ ആരാണ് നമ്മുടെ വീട്ടില്? പട്ടി. നമ്മുടെ വീട്ടിൽ എന്താ ചെയ്യുന്നേ പട്ടി? പറഞ്ഞോ. നമ്മുടെ വീട്ടിലെ ഗാർഡാണ്. ഓക്കേ, നമ്മുടെ വീട് കാക്കുന്നത്. നമ്മുടെ വീട് കാക്കുന്നത് ആരാ?
സെക്യൂരിറ്റി ആയി നിൽക്കുവാണല്ലേ. ആ പട്ടി നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ആയി നിൽക്കുവാണ് ആര്? പട്ടി ചെയ്യുന്നത് അല്ലെ. നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും പട്ടി നമ്മുടെ വീട് കാവലായിട്ട് നിൽക്കും അല്ലെ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അനധികൃതമായി കടന്നു വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ വെറുതെ വിടില്ല അല്ലെ പട്ടി. അതാണ് പട്ടി ചെയ്യുന്നത്. പൂച്ച എന്ത് ചെയ്യും? നമ്മൾ അരുമയായി ഇങ്ങനെ വളരും അല്ലെ. പൂച്ച എന്ത് ചെയ്യും? നമ്മുടെ വീടിനെ എങ്ങനെ സംരക്ഷിക്കും? വെരി ഗുഡ്, വെരി ഗുഡ്. എലിയെ കൊല്ലു അല്ലേ. ഒളിച്ചു നിന്ന് എലിയെ തിന്നു. അപ്പൊ എലി നമുക്ക് എന്തെങ്കിലും ദോഷമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എലിയിൽ നിന്ന് നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എലിയെ കടിച്ചു തിന്നു അല്ലേ. നെക്സ്റ്റ് പശു നമുക്ക് എന്താ ചെയ്തു തരുന്നേ? പശു പാല് തരും. മിൽക്ക് തരും നമുക്കല്ലേ. പശു നമുക്ക് പാൽ തരുന്നുണ്ട്. പാലെങ്ങനെയാ? നല്ല നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണല്ലേ പാല്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? പാല് സമീകൃത ആഹാരമാവും. നമ്മൾ പാലെല്ലാവരും കുടിക്കണം അല്ലേ. അപ്പൊ പശു കുടിക്കാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ പശു നമുക്ക് പാൽ തരും അല്ലേ. നെക്സ്റ്റ് നമുക്ക് ആര് നമ്മൾ എഴുതിയത്? പശുവിനെ. ആട് എന്ത് തരും നമുക്ക്? പാൽ തരും അല്ലേ. ആടും നമുക്ക് പാല് തരും. നെക്സ്റ്റ് നമ്മുടെ കോഴീനെ എഴുതിയില്ലേ? കോഴി എന്താണ്? ഹെൻ എന്താ തരുക? എഗ് തരും അല്ലേ. എഗ്സ് തരും. എഗ് തരും. ഓക്കെ, പിന്നെ ഇറച്ചിയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. നെക്സ്റ്റ് നമുക്ക് പിന്നെന്താ എഴുതിയ? താറാവും തരും അല്ലേ. മുട്ട തരും നമുക്ക് അല്ലേ. വെരി ഗുഡ്. അപ്പൊ ഈ എഴുതിയ മൃഗങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അറിയോ? യെസ്. അപ്പൊ നമ്മള് ഈ ടെക്സ്റ്റ് മക്കള് മിസ് ഓരോരാളെ കൊണ്ടും വായിപ്പിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം മക്കളെ? എല്ലാവരും വായിക്കണം കേട്ടോ. മിസ് വായിക്കണം എന്ന് പറയുന്നതല്ലാതെ നിങ്ങൾ വായിക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, നമുക്ക് ഒരു ആഴ്ചയിൽ നമുക്ക് ഒരു ദിവസമേ കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് മിസ് ഓരോരുത്തരെയും വായിപ്പിക്കാത്ത കേട്ടോ. 1 2 പേരോ വായിക്കുമ്പോഴേക്ക് നമ്മുടെ സമയം കഴിയും അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മക്കള്? നല്ലതുപോലെ വായിക്കണം കേട്ടോ. നമുക്ക് ഇനി വലിയ വലിയ പാഠങ്ങളിലേക്ക് നമ്മൾ വരുവാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ചിഹ്നങ്ങളൊക്കെ ഓർക്കണം. അക്ഷരങ്ങളും, അതായത് സ്വരാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങള്, ചിഹ്നങ്ങള്, പിന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ, ഇതൊക്കെ ഓർത്ത് തന്നെ മുമ്പോട്ട് പോകണം. അപ്പൊ എന്നാലും നമുക്ക് വായിക്കാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് 10ാമത്തെ ലെസൺ ആണ് എടുക്കാനുള്ളത് അല്ലെ. 10ാമത്തെ ലെസൺ എന്താണ്? പേര് വായിച്ചു നോക്കിയ എല്ലാവരും. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. പച്ചക്കറി അല്ലെ. പച്ചക്കറി. അപ്പൊ നമ്മള് ആദ്യം കുടുംബത്തിനെ പഠിച്ചു, അതിനുശേഷം വളർത്തുമൃഗങ്ങളെ പഠിച്ചു. ഇപ്പൊ നമ്മൾ വെജിറ്റബിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് കൃഷി നമ്മുടെ അത്യന്താപേക്ഷിതമാണ് അല്ലെ. നമുക്ക് കൃഷി ചെയ്താലേ ഭക്ഷണം കഴിക്കാനുള്ളൂ അല്ലേ. ആരും കൃഷി ചെയ്യാതിരുന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാവോ? ഇല്ല. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കും. ആ പുറത്ത് കടയിൽ വരണമെങ്കിലും ആരെങ്കിലും ഒരാൾ കൃഷി ചെയ്യണ്ടേ അല്ലേ. എന്നാലല്ലേ നമുക്ക് ഫുഡ് കിട്ടൂ. അപ്പൊ കൃഷിയും നമുക്ക് പച്ചക്കറികളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ സാധനമാണ്. നമ്മളും ഒരു ചെറിയ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കി നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലേ. ഓക്കെ, വെരി ഗുഡ് ഷാൻ. അപ്പോ ഈ വളർത്തുമൃഗങ്ങളെ പോലെ തന്നെ നമ്മൾ സ്നേഹിക്കുകയും നട്ടും നനച്ചും വെള്ളമൊഴിച്ചും അല്ലെ വളമിട്ടും ഒക്കെ സംരക്ഷിക്കുന്നതാണ് എന്ത്? ചെടികൾ അല്ലെ. ചെടികൾ, അത് പച്ചക്കറിയുടെ ചെടിയായാലും പൂവ് പിടിക്കുന്ന ചെടികളും ഒക്കെ നമ്മൾ എങ്ങനെയാ സംരക്ഷിക്കുക? ഒരു ചെടി നമ്മൾ നട്ടു, അതിന് വെള്ളവും വളവും ഒക്കെ കൊടുക്കണം, എന്നാലേ അത് വളരുള്ളൂ അല്ലെ. അപ്പൊ നമ്മളൊക്കെ അതിന് കൊടുത്താൽ മാത്രമേ അത് നല്ല വളർന്ന് അതിന് കൂടും, പിന്നെ കായ് പിടിക്കും. അങ്ങനെയാണ് നമുക്ക് ഓരോന്നും ഉണ്ടാവുന്നത്. നമ്മള് എങ്ങനെയാണോ മനുഷ്യനും വളർത്തുമൃഗങ്ങൾക്കും ഒക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്നത്, അതേപോലെ നമ്മൾ ഒരു വിത്ത്
നിലത്ത് ഇട്ട് കഴിഞ്ഞ് അതിന് വെള്ളവും ഒഴിച്ച് അതിന് വേണ്ടുന്ന വളവും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അതിന് പൂവും കായും ഒക്കെ ഉണ്ടാവൂ, അല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ വളർത്തുമൃഗങ്ങളെ പോലെ എല്ലാം സ്നേഹിച്ച് വളർത്തുന്നവയാണ് ചെടികൾ, അല്ലെ? അപ്പോ അതിൽ ചില ചെടികൾ നമ്മൾ എന്ത് ചെയ്യും, വെജിറ്റബിൾസ് ആയിട്ട്, അതായത് പച്ചക്കറി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? അതിനെയാണ് നമ്മൾ പച്ചക്കറികൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് അതുപോലെ പിന്നെന്താ, കൃഷി എല്ലാവരും ചെയ്യും. എന്നാലേ കൃഷി അധ്വാനിച്ച് ആഹാരം കഴിക്കുന്നതിന് മഹത്വം ഉണ്ട്, അല്ലെ? നമ്മളെ അധ്വാനിച്ച് ഓരോരാളും അവരവരുടെ വീട്ടിലെ പറ്റുന്ന കൃഷി ചെയ്താൽ നമുക്ക് നല്ല വളങ്ങളെന്ന വിഷങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും, അല്ലെ? നമ്മളിപ്പം കുറെ എന്തൊക്കെയോ കീടനാശികളൊന്നും ഉപയോഗിക്കില്ല, അല്ലെ? എന്തുകൊണ്ടാ? നമുക്ക് കഴിക്കേണ്ട സാധനങ്ങൾക്ക് നമ്മൾ വെറുതെ വളങ്ങളിടും, പക്ഷെ നമ്മള് വിഷം ഉള്ള ഒന്നും സംഭവം ഇടാൻ പറ്റില്ല, അല്ലെ? ഇടില്ല. അപ്പൊ നമ്മൾ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ പച്ചക്കറികൾ ഉണ്ടാക്കണം, അല്ലെ? ഓക്കെ. വെജിറ്റബിൾസ്, പച്ചക്കറി ആണ് നമുക്കിന്ന് പഠിക്കാനുള്ള ഭാഗം. അപ്പൊ കാണുന്ന എന്താ മക്കളെ? ചീര, അല്ലെ? ചെഞ്ചീര, ചുവന്ന ചീരയാണ് അവിടെ കാണുന്നത്. ചീര നട്ടില് നിങ്ങളെ പോലെ ഒരു കുട്ടി അവിടെ വെള്ളം ഒഴിക്കുന്നുണ്ട്, അല്ലെ? കണ്ടോ നിങ്ങള്? ചെഞ്ചീര. അപ്പോ ചുവന്ന ചീര, ചീര, ചുവന്ന ചീര. ഇപ്പൊ ചീര കൂട്ടാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ചീര കഴിക്കാറില്ല? എല്ലാവരും നിങ്ങൾ നോക്കിയേ, പിന്നെ ചോറൊക്കെ എടുത്ത് ഈ ചീര അതിലിട്ടാ നല്ല ചുവന്ന കളർ ഉണ്ടാവും, അല്ലെ? നിങ്ങൾക്ക് നല്ല രക്തം വരും ചീരയൊക്കെ കഴിച്ചാല്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ചീരയൊക്കെ നല്ല പോലെ കഴിക്കണം, കേട്ടാ? അപ്പൊ അതുപോലെ ചെഞ്ചീരയെ കുറിച്ചാണ് നമ്മള് ഇപ്പൊ പഠിക്കുന്നത്, അല്ലെ? ഇന്ന് പച്ചക്കറിയില് എന്താ നമുക്ക് നോക്കാം. എങ്ങനെയാ? ഒരു നാടൻ വീട്ട് രൂപത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? എങ്ങനെയാ നമുക്ക് നോക്കാം, അല്ലെ? പാടി നോക്കാം. അപ്പൊ മിസ് പാടുമ്പോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ? മ്യൂട്ട് ചെയ്ത് വെക്കണം. അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരെയും സൗണ്ട് വരും. അപ്പൊ എന്ത് ചെയ്യണം? മിസ്സിന്റെ കൂടെ പാടണം, കേട്ടോ? സൗണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. ഓക്കെ. അപ്പൊ മിസ് പാടാ, അപ്പൊ കൂടെ എല്ലാവരും. ഓക്കെ, ചീരയിലേക്ക് നമുക്ക് നോക്കാം, അല്ലെ? അപ്പൊ ഈ ഒരു നാടൻ പാട്ടുകളിലൊന്നാണ് ചീരപ്പാട്ട്. അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര, വെണ്ണീറണിയണം ചെഞ്ചീര, വെള്ളം നനയണം ചെഞ്ചീര, മാറോളം പൊന്തണം ചെഞ്ചീര, എങ്ങനെ നുള്ളണം ചെഞ്ചീര, മുട്ടിന്ന് നുള്ളണം ചെഞ്ചീര, എങ്ങനെ അരിയണം ചെഞ്ചീര, നനുനനെ അരിയണം ചെഞ്ചീര, ആരാരു വെക്കണം ചെഞ്ചീര, അമ്മായി വെക്കണം ചെഞ്ചീര, ആരാരു കൂട്ടണം ചെഞ്ചീര, അമ്മാവൻ കൂട്ടണം ചെഞ്ചീര. അത്രയും വരികളാണ് അവിടെ ഉള്ളത്. പാടി നോക്കിയോ എല്ലാവരും മിസ്സിന്റെ കൂടെ? എന്നാ നമുക്ക് ഒന്നുകൂടി പാടാം, അല്ലെ? നല്ല ഉഷാറിൽ അവിടെ പാടിക്കോട്ടോ എല്ലാവരും. അപ്പോൾ നമുക്കിത് പാടാൻ പറ്റും. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട്. ഒന്നാമത്തെ എന്താ? വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര. എങ്ങനെയാ ചെഞ്ചീര പാവണ്ടെന്നാണ് പറയുന്നത്, അല്ലെ? വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര. മനസ്സിലായോ അത്രയും വരികള്? ഒന്നുകൂടി പാടാം നമുക്ക്. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര. മനസ്സിലായോ? ആ 3 ലൈൻസ് കിട്ടിയോ? ഒന്നുകൂടി. ഓക്കെ.
വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര. വെരി ഗുഡ് ആൽബർട്ട്. ഓക്കെ, ആൽബർട്ട് ഒരു ഉഷാർ വായി തുറന്ന് പാടുന്നുണ്ട് അവിടുന്ന്. നെക്സ്റ്റ്, വെണ്ണീറണിയണം ചെഞ്ചീര, വെള്ളം നനയണം ചെഞ്ചീര, മാറോളം പൊന്തണം ചെഞ്ചീര. മനസ്സിലായോ? 6 ലൈൻസ്. ഒന്നുകൂടി മിസ് അടുത്ത 3 ലൈൻസ് ഇപ്പം പാടാ. വെണ്ണീറണിയണം ചെഞ്ചീര, വെള്ളം നനയണം ചെഞ്ചീര, മാറോളം പൊന്തണം ചെഞ്ചീര. കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ആദ്യത്തെ ലൈൻസിലേക്ക് നമുക്ക് ആദ്യം പോവാണേ. നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ പറ്റുമെന്നൊക്കെ ഉണ്ട് നമുക്ക് അല്ലേ? ഒന്ന് ഉഷാറിൽ പാടി എല്ലാവരും വായി തുറന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച് പാടി എല്ലാവരും. ഓക്കെ, മിസ്സിന്റെ കൂടെ പാടണേ. എല്ലാവരും മ്യൂട്ട് ചെയ്യും, എന്നാ ഇങ്ങോട്ട് സൗണ്ട് വരില്ല കേട്ടോ. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര. ഒന്നുകൂടി. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര, വെണ്ണീറണിയണം ചെഞ്ചീര, വെള്ളം നനയണം ചെഞ്ചീര, മാറോളം പൊന്തണം ചെഞ്ചീര. കിട്ടിയോ? 6 ലൈൻസ് കിട്ടിയോ എല്ലാവർക്കും? ഒന്നുകൂടി പാടണോ? എല്ലാരും ഉഷാറിൽ പാടിയേ, നല്ല ഉഷാറിൽ പാടിയേ നോക്കട്ടെ. ഓക്കെ, ഒന്നുകൂടി. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര, വെണ്ണീറണിയണം ചെഞ്ചീര, വെള്ളം നനയണം ചെഞ്ചീര, മാറോളം പൊന്തണം ചെഞ്ചീര. ആയോ? 6 ലൈൻസ് കിട്ടിയോ എല്ലാവർക്കും? യെസ്. ആർക്കൊക്കെ കിട്ടിയോ? ഒന്ന് കൈപൊക്കി. എനിക്ക് പാടാൻ പറ്റും. ഓക്കെ, പാടാൻ പറ്റുമോ? ആർക്കൊക്കെ പാടാൻ പറ്റും? മനസ്സിലായോ? എന്നാ ഗോഡ്വിൽ ഒന്ന് പാടിയേ, ഒന്ന് പാടിയേ ഉഷാറില്. ഗോഡ്വിൽ ഒന്ന് പാടിയേ, മിസ് ഇപ്പൊ പറഞ്ഞത് വരെയുള്ളത്. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര, വെണ്ണീറണിയണം ചെഞ്ചീര, വെള്ളം നനയണ ചെഞ്ചീര, മാറോളം പൊന്തണ ചെഞ്ചീര. ഓക്കെ, വെരി ഗുഡ് ഗോഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ചോ മക്കളെ? ഓക്കെ, ഇനി അടുത്ത 3 ലൈൻസ് വായിക്കാൻ വേണ്ടി പാടിക്കണം. ഓക്കെ, ആരാ? ഇഷാനാണോ? ഓക്കെ ഓക്കെ, ഇഷാൻ. വട്ടത്തിൽ കുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര, വെണ്ണീറണിയണം ചെഞ്ചീര, വെള്ളം നനയണം ചെഞ്ചീര, മാറോളം പൊന്തണം ചെഞ്ചീര. ഓക്കെ, വെരി ഗുഡ് ഇഷാൻ. ഓക്കെ, നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ഞാൻ ആരാണ്? പേര് പറഞ്ഞോ? ഓക്കെ, ഭവിക. ഓക്കെ, ഭവിക. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര, വെള്ളം
നയണം ചെഞ്ചീര മാറോളം പൊന്തണം ചെഞ്ചീര. Okay, very good. Okay, Babita, very good. Next ആരാ പറഞ്ഞേ? സമജ്ന. Okay, സമജ്ന. കുഴി കുത്തി നീളത്തിൽ തട്ടമിട്ട് അങ്ങനെ ചെഞ്ചീര ചെഞ്ചീര മോളോളം പൊന്തണം ചെഞ്ചീര എങ്ങനെ നുള്ളണം ചെഞ്ചീര മുട്ടിന് നുള്ളണം പിള്ളാരെ ഞാനേ ചെഞ്ചീര അരിയണം ചെഞ്ചീര ആര വെക്കണം ചെഞ്ചീര അമ്മായി വെക്കണം ചെഞ്ചീര ആരാരു കൂട്ടണം ചെഞ്ചീര അമ്മാവൻ അവിടെ Okay, very good, Samajna. Next. Ari? Avedya. പട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര പിണിറണിയെന്ന് ചെഞ്ചീര വെള്ളം നനയണം ചെഞ്ചീര മറോളം പൊന്തണം ചെഞ്ചീര. Okay, very good, Avedya. Next. Afri. Okay. Afri. Okay, Angel. നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര അണിയണം വെള്ളം നനയണം. Okay, very good, Afrin. Next, Angel. Okay, Angel. തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര വെള്ളില അറിയണ ചെഞ്ചീര വെള്ളം നനയണ ചെഞ്ചീര മാറോളം പൊന്തണം ചെഞ്ചീര എങ്ങനെ നുള്ളണം ചെഞ്ചീര മുട്ടി നുള്ളണം ചെഞ്ചീര എങ്ങനെ അറിയണ ചെഞ്ചീര അറിയണ ചെഞ്ചീര ആരാണ് വെക്കണ ചെഞ്ചീര അമ്മായി വെക്കണ ചെഞ്ചീര ആരാണ് കൂട്ടണ ചെഞ്ചീര അമ്മാവൻ കൂട്ടണ ചെഞ്ചീര. Okay, very good. Next ആരാ പറഞ്ഞേ? ഗൗരിനന്ദ. Okay, ഗൗരിനന്ദ. കുഴികുത്തി നീളത്തിൽ അങ്ങനെ പാവണം ചെഞ്ചീര. ആരാണ് മ്യൂട്ടല്ലേ? പഠിക്കോ? മാറോളം പൊന്തണം ചെഞ്ചീര. ഓക്കെ ഗൗരിയന്ത. നെക്സ്റ്റ് അന്ന ഗ്രേസ്. അന്ന ഗ്രേസ് അൺമ്യൂട്ട് ചെയ്തേ. അങ്ങനെ പാവേണം ചെഞ്ചീര വെണ്ണീര മാറോളം പൊന്തണം ചെഞ്ചീര.
വെരി ഗുഡ് അന്ന. ജസ്വൽ. ജസ്വൽ. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട അങ്ങനെ പാവനം ചെഞ്ചീര വെണ്ണീറാണിയണം ചെഞ്ചീര വെള്ളം നനയണം ചെഞ്ചീര മാവോളം പൊന്തണം ചെഞ്ചീര. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. നെക്സ്റ്റ് നൈജൽ. ഓക്കെ, നൈജൽ. വട്ടത്തിൽ കുഴി കുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര വെണ്ണീര അയ്യണം ചെഞ്ചീര വെള്ളം നനയണം ചെഞ്ചീര ആറോളം പൊന്തണം ചെഞ്ചീര. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെ നുള്ളണം ചെഞ്ചീര മുട്ടീന്ന് നുള്ളണം ചെഞ്ചീര എങ്ങനെ അരിയണം ചെഞ്ചീര. ആരാണ്? അരിയണം ചെഞ്ചീര. ആരോണോ? പാടിക്കാ. ആരാര് വെക്കണം ചെഞ്ചീര അമ്മായി വെക്കണം ചെഞ്ചീര. ആരാര് കൂട്ടണം ചെഞ്ചീര ആരാര് കൂട്ടണം ചെഞ്ചീര അമ്മാവൻ കൂട്ടണം ചെഞ്ചീര. ഓക്കെ, നെക്സ്റ്റ്. വെരി ഗുഡ് നൈജൽ. നെക്സ്റ്റ് ആരോൺ. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര ചെഞ്ചീര വെള്ളം നനയണം ചെഞ്ചീര മാറോളം പൊന്തണം ചെഞ്ചീര. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഓക്കെ, ആരാ? ക്രിസ്റ്റോ. ഓക്കെ, ക്രിസ്റ്റോസ് ജോൺസി ജോബി. വട്ടത്തിൽ നീളത്തിൽ തടവെടുത്ത് അങ്ങനെ തടണം ചെഞ്ചീര വെണ്ണീരാണിയണം ചെഞ്ചീര വെള്ളം നനയ്ക്കണം ചെഞ്ചീര പൊങ്ങണം ചെഞ്ചീര എങ്ങനെ ഉള്ളണം ചെഞ്ചീര മുട്ടേണം ചെഞ്ചീര എങ്ങനെ അരിയണം ചെഞ്ചീര കുനുകുന അരിയണം ചെഞ്ചീര ആരാര് വെക്കണം ചെഞ്ചീര അമ്മായി വെക്കണം ചെഞ്ചീര ആരാര് കൂട്ടും ചെഞ്ചീര അമ്മാവൻ കൂട്ടും ചെഞ്ചീര. ഓക്കെ, വെരി ഗുഡ് ക്രിസ്റ്റോ. നെക്സ്റ്റ് അലോൺ. ഓക്കെ, അലോൺ ജോസഫ്. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തളമെടുത്ത് അങ്ങനെ പാമേണം ചെഞ്ചീര വെണ്ണീല അരിയണം ചെഞ്ചീര വെള്ളം നനയണം ചെഞ്ചീര ആറോളം പൊന്തണം ചെഞ്ചീര. വെരി ഗുഡ് അലോൺ. നെക്സ്റ്റ് നസീം. നസീം കുറേ സമയമായി കൈവക്കുന്നു. നസീം മുഹമ്മദ്. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം വെണ്ണീരം നീയണം ചെഞ്ചീര ചെഞ്ചീര
വെള്ളം നനയണം വെള്ളം നനയണം ചെഞ്ചീര മാറോളം പൊന്തണം ചെഞ്ചീര മാവോളം മാരോളം പൊന്താളം ചെഞ്ചീര. Okay, Naseem, very good. Next, സിദ്ധാർത്ഥ എന്താ അവിടെ പരിപാടി സിദ്ധാർത്ഥ എന്ന് സിദ്ധാർത്ഥ പാടിയ സിദ്ധാർത്ഥ സിദ്ധാർത്ഥ TV അൺമ്യൂട്ട് ചെയ്തേ സിദ്ധാർത്ഥ പഠിക്കോ വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര വെണ്ണീറണിയണം ചെഞ്ചീര വെണ്ണീറണിയണം ചെഞ്ചീര വെള്ളം നനയണം ചെഞ്ചീര മാറോളം പൊന്തണം ചെഞ്ചീര മാറോളം പൊന്തണം ചെഞ്ചീര ചെഞ്ചീര. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് കാശിനാഥ്. ഞാൻ പാടാ ഋതുദേവ് പാടാ. ഓക്കെ ഋതുദേവ്. കാശിനാഥ് കേട്ടില്ല തോന്നുന്നു. കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര വെള്ളം വെണ്ണീറണിയണം ണിയണം ചെഞ്ചീര വെള്ളം നനയണം ചെഞ്ചീര മാറോളം പൊന്തണം ചെഞ്ചീര. ഓക്കെ, വെരി ഗുഡ് കാശി. നെക്സ്റ്റ് ഋതുദേവ്. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര വെണ്ണീരണയണം ചെഞ്ചീര വെള്ളം നനയണം ചെഞ്ചീര മാറോളം പൊന്തണം ചെഞ്ചീര എങ്ങനെ ചെഞ്ചീര മുട്ടിനെ അറിയണം ചെഞ്ചീര അറിയണം ചെഞ്ചീര ആരാര് വെക്കണം ചെഞ്ചീര അമ്മായി വെക്കണം ചെഞ്ചീര ആരാര് കൂട്ടണം ചെഞ്ചീര അമ്മാവൻ കൂട്ടണം ചെഞ്ചീര. ഓക്കെ, വെരി ഗുഡ് ഋതുദേവ്. എന്തിനാ ധ്യാൻ കരീന? ധ്യാനെ പാടായിട്ടാണോ? പാടിക്കോ ധ്യാൻ. ധ്യാൻ പ്ലീസ് അൺമ്യൂട്ട് ധ്യാൻ. വട്ടത്തിൽ കുഴികുത്തി കരയൊന്നും വേണ്ട, മിസ് പറഞ്ഞുതരും. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര പെണ്ണീറണിയണം ചെഞ്ചീര വെള്ളം നനയണം മാറോളം പൊന്തണം ഓക്കെ നുള്ളണം ചെഞ്ചീര. ഓക്കെ, വെരി ഗുഡ് ധ്യാൻ. എന്തിനാ കരഞ്ഞേ ധ്യാൻ? എന്തിനാ കരയുന്നേ? അമ്ന ഫാത്തിമ പാടിക്കോ. അമ്ന ഇനി ഒരു 1 മിനിറ്റേ ഉള്ളൂ. കൊറേ പേര് ഇനി വായിക്കാനുണ്ട് അല്ലേ? വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര വെണ്ണീറണിയണം ചെഞ്ചീര
വെള്ളം നയം ചെഞ്ചീര മാറോളം പൊന്തണം. ചെന്തീര ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? ഗാത്രി. ഒരു മിനിറ്റേ ഉള്ളൂ, ക്ലാസ് കട്ടാവും കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ് വരുമ്പോ എല്ലാവരും വായിച്ചു പഠിക്കണേ. അടുത്ത നമുക്ക് വരികള് അടുത്ത ദിവസം പഠിക്കുക. നീളത്തിൽ ഇത് എഴുതണം കേട്ടോ ഷാനെ, പച്ചക്കറി എന്നൊക്കെ കേട്ടോ. അങ്ങനെ ഹോംവർക്ക് പറഞ്ഞായിരുന്നോ? വാഹനം ചെഞ്ചീര നീളം ചെഞ്ചീര ഫോൺ ഓഫായി പോയി. ചെഞ്ചീര മാറോളം പൊന്തണം ചെഞ്ചീര ഇങ്ങനെ നുള്ളണം ചെഞ്ചീര മുട്ടിന്ന് നുള്ളണം ചെഞ്ചീര അങ്ങനെ അരിയണം ചെഞ്ചീര നൂനെ